പല പുരുഷന്മാരും തുറന്നു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം തേടാൻ മടിക്കുന്ന ഒരു കാര്യമാണ് എറക്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഉത്താരണക്കുറവ് എന്നുള്ളത്. പൂർണ്ണമായിട്ട് ഉത്തരിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഉത്തരിച്ച ലിംഗത്തെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് അതിന്റെ ഇടയിൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഒരു പ്രൊഫഷണൽ സഹായത്തിലോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നോർമലി ഇത്തരം കാര്യങ്ങൾ കണ്ടുവരുന്നത് കൂടുതൽ ആങ്സൈറ്റി, സ്ട്രെസ്സൊക്കെ കൂടുതലായിട്ടുള്ള ആളുകളിൽ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഡയബറ്റിസ് ഒക്കെ ഉള്ള ആളുകളിൽ, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ സ്ലീപ്പ് ഇല്ലാത്ത ആളുകളിൽ, അതുപോലെ തന്നെ സ്മോക്ക്, ആൽക്കഹോൾ ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെയാണ് ഇത്തരം പ്രോബ്ലംസുകളെ നമ്മൾ കണ്ടുവരുന്നെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താണ് ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ റെഗുലർ എക്സസൈസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നല്ല ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രെസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് സെൽഫ് മെഡിക്കേഷൻസ് എന്നുള്ളതാണ്. കാരണം നമ്മൾക്കറിയാം ഇങ്ങനെ ഒരു ഡിസ്ഫങ്ഷൻസ് അല്ലെങ്കിൽ ഉത്താരണക്കുറവൊക്കെ കാണുന്ന ഉടനെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ മാർക്കറ്റിലൊക്കെ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ പിറകെ അല്ലെങ്കിൽ അത്തരം മെഡിസിൻസിന്റെ ഒക്കെ പിറകെ പോകുന്നത് കാണാറുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഫഷണലിന്റെ സഹായത്തെ തേടണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും. അപ്പൊ അവരാണ് ഇത് ശരിക്കും ഇതിനെ എക്സാമിൻ ചെയ്ത് മനസ്സിലാക്കി എന്താണ് നിങ്ങളുടെ റിയൽ പ്രോബ്ലം, എന്താണ് റിയൽ കോസ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ട കേസുകളാണെങ്കിൽ മെഡിസിൻസിലേക്ക് പറഞ്ഞു തരികയും, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കോസസ് ആണെന്നില്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റെഫറൻസ് തരികയും, ഒരു ബയോളജിക്കൽ പ്രശ്നത്താലാണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പൊ അല്ലാതെ നമ്മൾക്കൊരു ഡിസ്ഫങ്ഷൻ സംഭവിക്കുന്ന ഉടനെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഓൺലൈനിൽ കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ പിറകെ നമ്മൾ പോകരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മടിയും പിന്നെ ഭയങ്കര ഷെയിമാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ സഹായം തേടാനൊക്കെ ഷെയിമായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ആവശ്യമാണ്. പലപ്പോഴും ഇത്തരം ഈ ഒരു എറക്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഏർലി സൈൻ ആണ് നമുക്ക് പറയാം, അല്ലെ? വേറെ എന്തിന്റെയോ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻലി. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു എവ്രിവൺ.